ആണ്. വിദേശ പഠനമാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതിൽ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിലേക്ക് പോകുന്നത് കൂടുതലും സ്റ്റുഡൻസും വർക്കേഴ്സുമാണ്. അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യുക എന്നതാണ്. ജർമ്മൻ ലാംഗ്വേജിന് ബേസിക്കലി 6 ലെവൽസ് ആണുള്ളത്. A1, A2, B1, B2, C1 ആൻഡ് C2. സ്റ്റുഡൻസിനും വർക്കേഴ്സിനും A1 മുതൽ B2 വരെയുള്ള ലെവൽസ് ആണ് ക്ലിയർ ചെയ്യേണ്ടത്. കൂടാതെ മെഡിസിന് പോകുന്നവർക്കും ഹയർ ഡിഗ്രിക്ക് പോകുന്നവർക്കും C1 ആൻഡ് C2 കൂടെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഓരോ ലെവൽസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം. A1 എന്ന് പറയുകയാണെങ്കിൽ A1 നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൽഫബറ്റ്സ്, മന്ത്സ്, വീക്ക് ഡേയ്സ്, കളേഴ്സ് എക്സെട്ര. പിന്നെ കുറച്ച് ഗ്രാമർ പോർഷൻസും കൂടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അതായത് സിമ്പിൾ സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യുന്ന ഗ്രാമർ പോർഷൻസും കൂടെ ആയിരിക്കും നമ്മൾ A1 ഡിസ്കസ് ചെയ്യുക. A2 ലെവൽസിൽ വരുന്ന നമുക്കുള്ള ടോപ്പിക്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെന്റൻസുകൾ എഴുതാനും സ്പീക്ക് ചെയ്യാനൊക്കെ പഠിക്കും. അതായത് നമ്മൾ കുറച്ചും കൂടെ കണക്ടേഴ്സ് A2 ലെവലിലുള്ള കുറച്ചും കൂടെ കണക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് സെന്റൻസ് മേക്കിങ്ങും പിന്നെ എന്താ സ്പീക്കിംഗ്, അതായത് ഒരു 3 minutes ഒക്കെ സ്പീക്ക് ചെയ്യാനുമായിരിക്കും നമ്മൾ A2 പഠിക്കുക. ജർമ്മൻ ലാംഗ്വേജിന്റെ 3ാമത്തെ ലെവലാണ് B1. B1 നമ്മൾ കുറച്ചും കൂടെ A2-നേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ B1 പഠിക്കുക. അതായത് ഒരു ബ്ലോഗ് എഴുതാൻ, ഇല്ലെങ്കിൽ ഒരു സ്പീച്ച് പറയാൻ, ഇല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ എഴുതാനൊക്കെ ആയിരിക്കും നമ്മൾ B1 പഠിക്കുക. പിന്നെ കൂടാതെ B1 ലെവൽ വൊക്കാബുലറീസ് പഠിക്കുന്നുണ്ടാവും. കുറച്ച് ഫ്രേസസ് നമുക്ക് ബ്ലോഗിലും സ്പീച്ചിലൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞ കുറച്ച് B1 ലെവലിലുള്ള വൊക്കാബുലറീസ്, വേർഡ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ B1 ഡിസ്കസ് ചെയ്യും. നേഴ്സുമാർക്കും സ്റ്റുഡൻസിനും ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഒക്കെ ചെയ്യുന്നവർക്കും B2 ലെവലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. B2 ലെവൽ എന്ന് പറയുമ്പോൾ A1 നമ്മൾ പഠിച്ച തൊട്ട് A1 തൊട്ട് B1 വരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു സമ്മപ്പാണ് B2. അതായത് നമ്മൾ A1 നിന്ന് പഠിച്ച കണക്ടേഴ്സ്, ഗ്രാമർ പോർഷൻസ്, എങ്ങനെ ലെറ്റർ എഴുതാം, എങ്ങനെ ബ്ലോഗ് എഴുതാം, പിന്നെ എങ്ങനെ സ്പീക്ക് ചെയ്യാം, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സമ്മപ്പായിരിക്കും B2 നമ്മൾ പഠിക്കുക. അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ B2 പഠിക്കുക. പിന്നെ B2 ലെവലായിട്ട് വരുന്ന കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. പിന്നെ B2 ലെവൽ വൊക്കാബുലറീസ് നമ്മൾ പഠിക്കും. പിന്നെ B2 നമ്മൾ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനായിരിക്കും. എക്സാം പ്രിപ്പറേഷൻസ് ആയിരിക്കും കൂടുതൽ നമ്മൾ B2 ഫോക്കസ് ചെയ്യുന്നത്. ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്കിതിന് ഫസ്റ്റ് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റോടെ പഠിക്കുന്നോ അത്രത്തോളം ലാംഗ്വേജ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദർ ടങ് ആയ മലയാളത്തിലൂടെയാണ് സ്റ്റുഡൻസിന് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രധാനമായും 3 ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് നമുക്കുള്ളത്: ഗോയിത്തെ, ECL, ടെൽക്ക്. ഇതിൽ കൂടുതൽ പേരും സജക്ട് ചെയ്യുന്നത് ഗോയിത്തയും ECLുമാണ്. ഗോയിത്തെ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഗോയിത്തെ എക്സാമിന് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് സെന്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ട്രിവാൻഡ്രം ആൻഡ് കൊച്ചിയാണ് സെന്റർ തന്നെ. പിന്നെ പുറത്ത് ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ, കൊൽക്കത്ത, പൂനെ ഒക്കെ സെന്റേഴ്സ് അവൈലബിൾ ആണ്. എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ മൊഡ്യൂളായിട്ടും എടുക്കാം, ഇൻഡിവിജ്വൽ മൊഡ്യൂളായിട്ടും എടുക്കാം. പിന്നെ റിസൾട്ട് വരുന്നത് 1 month ആയിരിക്കും. പിന്നെ ഓരോ സെന്റേഴ്സിന്റെ ഇതനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. ചില സെന്റേഴ്സിൽ 1 week വരുന്നതുണ്ടാവും, ചില സെന്റേഴ്സ് 1 month ആവും. നമ്മൾ ചൂസ് ചെയ്യുന്ന സെന്റേഴ്സ് അനുസരിച്ചായിരിക്കും റിസൾട്ട് വരിക. ഗോയിത്തെ എക്സാം എഴുതുന്നവർക്ക് ഗോയിത്തയുടെ ഒരു മെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മെയിൽ IDയിലോട്ടായിരിക്കും നമ്മുടെ ഹോൾ ടിക്കറ്റ്, പിന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിസൾട്ട് എല്ലാം നമ്മുടെ ആ മെയിൽ IDയിലോട്ടായിരിക്കും ഗോയിത്തയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്.